അകത്ത് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേതാക്കളെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ടുള്ള നേതൃത്വം, അവരെ അനുനയിപ്പിക്കാനും അവരെ മറ്റു രീതിയിൽ അവർക്ക് സ്ഥാനങ്ങൾ നൽകാം, പദവികൾ നൽകാം എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷേ ഈ ഉപാധികളിൽ, ഈ നിർദ്ദേശങ്ങളിൽ ഈ മൂന്ന് നേതാക്കളും, അത് ആരെ മുഖ്യമന്ത്രിയാക്കിയാലും മറ്റ് രണ്ടുപേരാണല്ലോ വഴങ്ങേണ്ടതുള്ളത്. അതിന് വഴങ്ങാനിടയുണ്ടോ? ദിവ്യ, ഒരു സമവായ നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ നടത്തേണ്ടതുണ്ട്. കാരണം മൂന്നാളുകൾ ഈ സ്ഥാനത്തിന് വേണ്ടി നിലനിൽക്കുന്നതിനാൽ ഒരാൾക്ക് മാത്രമേ ആ സ്ഥാനം നൽകാനാവുകയുള്ളൂ. അപ്പോൾ മറ്റ് രണ്ടാളുകളെ അവർ സമവായത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, അവരുമായി ചർച്ച നടത്തേണ്ടതുണ്ട്. അവരോട് എന്താണ് ഹൈക്കമാൻഡ് പറയുക, മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എന്താണ് പറയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഇതിനെ ഈ ഒരു തീരുമാനത്തോട്, ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തോട് യോജിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഈ യോഗം നിർണായകമാണ്. സമവായത്തിന് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുകൊണ്ട് ശ്രമങ്ങൾ ഉണ്ടാകും. ഈ യോഗം ആ സമവായത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. കാരണം ഒരാളെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പറയുമ്പോൾ, ചൂണ്ടിക്കാട്ടുമ്പോൾ മറ്റു രണ്ടാളുകൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. ഒരട്ടിപ്പോലും പിന്നോട്ട് പോകാത്ത ആളുകളായിരിക്കും. അതുകൊണ്ട് അവരെ സമവായത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞത് കാര്യം ബോധ്യപ്പെടുത്തുക. ഹൈക്കമാൻഡ് എങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോർമുലകൾ മുന്നോട്ട് വെക്കേണ്ടി വരും. ഈ കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം ഈ യോഗത്തിൽ എടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നേതാക്കൾക്ക് എല്ലാവർക്കും പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ, വിയോജിപ്പുകൾ ഈ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതിനോടകം തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഫ്ലെക്സ് യുദ്ധം ഉൾപ്പെടെ നടക്കുകയാണ്. നേതാക്കൾക്ക് വേണ്ടി ചേരിതിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുകൊണ്ടുണ്ടാകുന്ന തീരുമാനം നിർണായകമായിരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തുകൊണ്ട് പുറത്തിറങ്ങുകയാണ് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലത്. അതുകൊണ്ട് മറ്റു രണ്ടാളുകളെയും മുഖ്യമന്ത്രി ആകാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പേര് നിർദ്ദേശിക്കാത്ത മറ്റു രണ്ടാളുകളെയും അവരെ സമവായത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടി ഖർഗെയുടെയും രാഹുലിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തുകയും ഈ ചർച്ചയുടെ ഭാഗമാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചർച്ചയാണ് മുന്നോട്ട് പോകുന്നത്. സണ്ണി ജോസഫും വി ഡി സതീശനും ഒപ്പം രമേശ് ചെന്നിത്തലയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും രണ്ട് നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ നേതാക്കളെ ഒറ്റക്കൊറ്റയ്ക്ക് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കാണുക. ആ സമയത്ത് അവർക്ക് എന്താണ് പറയാനുള്ളത്, ഹൈക്കമാൻഡിനോട് അവർക്ക് എന്താണ് ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന കാര്യം ഹൈക്കമാൻഡ് കേൾക്കും. അതിനുശേഷമായിരിക്കും ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം അറിയിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തീരുമാനം എന്തായാലും, ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ അത് അംഗീകരിക്കുമെന്നുള്ള പ്രതികരണങ്ങളാണ് നിലവിൽ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കമാൻഡ് എടുക്കുന്ന ആ തീരുമാനത്തോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായി സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ അവരുടെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് അത്തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തിറക്കുക എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും എല്ലാം ഒരു മുന്നിലുള്ള വഴി. അത് കൃത്യമായിട്ട് തന്നെ നടത്തും, കൃത്യമായിട്ട് ചർച്ചകൾ നടത്തും. അതിനുശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുകൊണ്ടൊരു തീരുമാനം ഉണ്ടാകും. ഇനി ചർച്ച നീട്ടിക്കൊണ്ടുപോകാതെ, ഇനി മറ്റൊരു ദിവസത്തേക്ക് ഈ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കാതെ ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. കാര്യങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷം കിട്ടിയ അധികാരമാണ്. അതുകൊണ്ട് അത് വളരെ ഭംഗിയായി അതിൻ്റെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇനി ഒരു തരത്തിലുള്ള തർക്കങ്ങളുമില്ലാതെ, ഒരു തരത്തിൽ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോകാതെ കൃത്യമായി നേതാക്കളെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കാൻ തന്നെയാണ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യോഗം നീണ്ട് വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും എല്ലാം മൂന്ന് നേതാക്കളോട് പറയും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും ഹൈക്കമാൻഡ് ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം, സൂചന ഹൈക്കമാൻഡിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ എം എൽ എമാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്നുള്ളൊരു കാര്യം ഈ യോഗത്തിൽ ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നിരീക്ഷകരും എല്ലാവരും അക്കാര്യം പറയുകയും അതിലൊരു ചർച്ച നടക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ജനവികാരങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകുക എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരും, വിശദമായിട്ട് ചർച്ചയുണ്ടാകും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. ചർച്ചയ്ക്ക് കയറിയ ആരും ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. കൃത്യം 4 മണിക്ക് തന്നെ ചർച്ച ആരംഭിച്ചു. ഏകദേശം അരമണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ചർച്ച ആരംഭിച്ചിട്ട്. ചർച്ച ഇനിയും നീളും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്.